ബി എസ് ജിത്ത് അവിടെ ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? എനിക്കൊന്ന് ഒരുപാട് ഭക്ഷണ സാധനങ്ങളും ഒക്കെ ഉണ്ട്. മാത്രമല്ല അവിടുത്തെ പരാതികളൊന്നും ക്യാമ്പുകളിലില്ല. പരാതി പറയേണ്ട സമയമാണോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായും നമുക്ക് ശ്രദ്ധയിൽപ്പെടുത്താം സർക്കാരിൻ്റെ. എല്ലാം ബാക്കി ഈ ക്യാമ്പിലൊക്കെ ഉള്ളവർ ആ അർത്ഥത്തിൽ അവർക്ക് വേണ്ട സുരക്ഷിതത്വവും വേണ്ട ഒരു കെയറും ഒക്കെ ഇപ്പോൾ കൊടുക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും 2-3 കാര്യങ്ങൾ ക്യാമ്പിലെടുത്ത് പറയണം. ഇപ്പോൾ ഈ ക്യാമ്പിലുള്ള അംഗങ്ങൾ അവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന പോലും നമ്മളിപ്പോൾ നേരെ പോയി മൈക്ക് വെച്ച് അവരുടെ പ്രതികരണം തേടുന്ന രീതിയൊന്നുമില്ല. അവരുടെ പെർമിഷനോട് കൂടി സംസാരിക്കാൻ താല്പര്യമുള്ള ആളുകളെ മാത്രം വിളിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് അവരുടെ ഒരു സ്വകാര്യതയാണ്. ആ സ്വകാര്യതയെ പോലും മാനിച്ച് അത്രമേൽ ഈ ക്യാമ്പിൽ ആളുകളെ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഈ സ്റ്റോർ 2 തരം സ്റ്റോറുകളുണ്ട്. ഒന്ന് ഭക്ഷണ സാധനങ്ങൾ വെക്കുന്ന സ്റ്റോറാണ്. ഇവിടേക്ക് ആവശ്യത്തിലധികം സാധനങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തൊട്ടപ്പുറത്ത് വസ്ത്രങ്ങൾ എത്തുന്ന ക്യാമ്പുണ്ട്. അവിടെ നമ്മൾ നേരത്തെ ഇൻസിസ്റ്റ് ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു, പഴയ വസ്ത്രങ്ങൾ കൊണ്ടുവരരുത് എന്നുള്ളത്. കഴിഞ്ഞ 2 ദിവസമായി ഇങ്ങോട്ട് പഴയ വസ്ത്രങ്ങളെ എത്തുന്നില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഞാൻ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ ആ ക്യാമ്പിലുള്ള ആൾ പറഞ്ഞത്. കാരണം 2 ദിവസം മുമ്പ് ഒരു ദിവസം രാത്രിയും ഒക്കെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു പഴയ വസ്ത്രങ്ങൾ കൊണ്ടുവരരുത് എന്നുള്ളത്. അതിവിടെ പാലിക്കപ്പെടുന്നു. മാത്രമല്ല ഇപ്പോൾ നേരിട്ട് ഇങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുവരേണ്ടതില്ല. ആരെങ്കിലും ഈ ഒരു ക്യാമ്പിലേക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കണം അല്ലെങ്കിൽ വസ്ത്രങ്ങൾ എത്തിക്കണം എന്നുണ്ടെങ്കിൽ കൽപ്പറ്റയിലെ സെന്റ് ജോൺസ് സ്കൂളിൽ, അത് പ്രത്യേകിച്ച് നമ്മളൊന്ന് പറയേണ്ടതുണ്ട്, നേരിട്ട് ഈ ക്യാമ്പുകളിലേക്ക് കൊണ്ടുവരാതെ കൽപ്പറ്റയിലെ സെന്റ് ജോൺസ് UP സ്കൂളിൽ അവിടെ ആളുകൾക്ക് എല്ലാവർക്കും അവിടെ സാധനങ്ങൾ എത്തിക്കാം. അവിടെ നിന്ന് ഓരോ ക്യാമ്പിലും ആവശ്യമുള്ളത് പ്രത്യേകമായി ക്യാമ്പുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കോഴിക്കോട് നിന്നൊക്കെ ഒരു ടീം വിളിച്ചിരുന്നു ഇവർക്ക് എവിടേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക്, കൺഫ്യൂഷനുള്ള ആളുകൾക്ക് വേണ്ടി പറയുകയാണ്, നേരിട്ട് ക്യാമ്പുകളിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. കൽപ്പറ്റയിൽ ജില്ലാ ഭരണകൂടം ഒരു ഏകീകൃതമായ സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിലുള്ള ഒരു മെസ്സേജ് കൂടി ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. വി എസ് ജിത്ത് തുടരണം. രവി ഭാസ്കരൻ എഴുതുന്നു, അരുൺ സാർ എൻ്റെ ചേട്ടൻ ബാംഗ്ലൂർ ഫ്ലാറ്റ് അസോസിയേഷൻ മെമ്പറാണ്. ഇന്നലെ വിളിച്ച് എന്നോട് ചോദിച്ചു ഈ വയനാട്ടിലേക്കുള്ള സാധനങ്ങൾ, വസ്ത്രങ്ങൾ കയറ്റി അയക്കട്ടെ എന്ന്. എവിടേക്കാണത് കയറ്റി അയക്കേണ്ടതെന്ന് പറയാമോ? രവി ഭാസ്കരനെ പോലെ നിരവധി ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. വി എസ് രഞ്ജിത്ത്, ഈ രവി ഭാസ്കരൻ ചേട്ടന് ഒരു മെസ്സേജ് മറുപടി കൊടുക്കാമോ? ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലാറ്റ് അസോസിയേഷൻ്റെ പ്രതിനിധിയായ ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ കുറച്ച് തുണിസാധനങ്ങൾ കയറ്റി അയക്കണമെന്നുണ്ട് അദ്ദേഹത്തിന്. അതെങ്ങോട്ട് അയക്കണം, ഏത് മേൽവിലാസത്തിൽ അയക്കണമെന്നൊന്ന് പറയൂ രവിചേട്ടനോട്. തീർച്ചയായിട്ടും അതിനൊരു ഏകീകൃത സംവിധാനം ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയിട്ടുണ്ട്. കൽപ്പറ്റയിലുള്ള സെന്റ് ജോൺസ് UP സ്കൂളിലേക്ക് എത്തിക്കുക, അവിടെ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുക, അത് അവർ രജിസ്റ്റർ ചെയ്ത് വെക്കും. ഇത്തരത്തിൽ 82ഓളം ക്യാമ്പുകൾ, ഇപ്പോൾ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ നിൽക്കുന്ന ക്യാമ്പാണ്, ഇതുപോലുള്ള 82 ക്യാമ്പുകളുണ്ട്. ഓരോ ക്യാമ്പിനും ഒരു കോർഡിനേറ്റർ ഉണ്ടായിരിക്കും. ആ കോർഡിനേറ്റേഴ്സ് അവിടെ ആവശ്യമുള്ള സാധനങ്ങൾ എന്താണ് എന്നുള്ളത് സെന്റ് ജോൺസ് UP സ്കൂളിലുള്ള അധികൃതരെ അറിയിക്കും. അവരാണ് അവിടെ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ടൊക്കെ എത്തിക്കുന്നത്. അതുകൊണ്ട് നേരിട്ട് ഒരു ക്യാമ്പിലേക്കും സാധനങ്ങൾ എത്തിക്കേണ്ടതില്ല. സർക്കാരിൻ്റെ, ജില്ലാ ഭരണകൂടത്തിന്റെ ഏകീകൃതമായ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കുക. അവിടെ നിന്ന് റീ അലോക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, വി എസ് ജിത്ത് വളരെ കൃത്യമായി സൂചിപ്പിച്ചപ്പോൾ രവിയേട്ട, നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് തുണി കൊടുത്തുവിടുന്നുണ്ടെങ്കിൽ സെന്റ് ജോൺസ് സ്കൂളിലേക്കാണ് കൊടുത്തുവിടേണ്ടത്. ഇനി വേണമെന്നില്ല, ഇല്ലെങ്കിൽ കളക്ട്രേറ്റ് വയനാട്ടിലേക്ക് എത്തിച്ചാൽ മതി. അത് ഏത് ക്യാമ്പുകളിലാണ്? 82ഓളം ക്യാമ്പുകളുണ്ട്. അപ്പോൾ ഏത് ക്യാമ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതാത് കോർഡിനേറ്റർമാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ജില്ലാ കേന്ദ്രത്തിൽ നിന്നായിരിക്കും ഈ തുണി സാധനങ്ങളൊക്കെ വിതരണം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കളക്ട്രേറ്റിലേക്ക് കൊടുത്തയച്ചാൽ മതി. സാധനങ്ങൾ കയറ്റിവിട്ടുള്ളൂ. പുതിയ സാധനങ്ങളാകണം കേട്ടോ. ദയവ് ഇത് തീർച്ചയായും നിങ്ങൾ അതായിരിക്കും ചെയ്യുക എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും നമ്മളുടെ അഭ്യർത്ഥന മാനിച്ച് നിങ്ങൾ ആരും തന്നെ ഉപയോഗിച്ച സാധനങ്ങൾ കൊടുത്തു വിടുന്നില്ല, വസ്ത്രങ്ങൾ കൊടുത്തു വിടുന്നില്ല എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങളാൽ കഴിയുന്നത് ചെയ്യുക. ഇനി വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരുപാട് വേണ്ടിവരും. 10,000-ഓളം മനുഷ്യരാണ് 82 ക്യാമ്പുകളിലായിട്ട് കുടുങ്ങിക്കിടക്കുന്നത്. വളരെ കൃത്യമായി രവിയേട്ടന് മറുപടി കിട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.